Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Prayer പറഞ്ഞോ ട്ടോ. Prayer ഞാൻ പറയാം. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിന്നും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമേണക്കി കൊടികൊള്ളും സത്യമേ ശരണം നീന്നും അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിനും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീന്നു. Signing out of the day പറഞ്ഞോ ട്ടോ. പറയാം. I am warmly welcome respected Aparna ma'am to this section. We are excited to learn new things and teaching method together today. I hope this class will give you knowledge to us and warmly welcome our teacher and my dear friends to this. Thought of the day ഞാൻ പറയാം മാം. പറഞ്ഞോടാ. The greatest gift we can give our children are the roots of responsibility and the wings of independence. Maria Montessori. Welcome all to our new session. നമ്മള് 8th സെഷനാണ് എടുത്തോണ്ടിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? മറിയ മോണ്ടിസോറിയെ കുറിച്ചുള്ള. ഓക്കെ, അത് നല്ലതിനെ കുറിച്ചൊക്കെ പറഞ്ഞോ? ഓക്കെ, 1 മിനിറ്റ് ഷെയർ ചെയ്യാവേ. ജസ്റ്റ് 1 മിനിറ്റ്. എവിടെ വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഹെയർ ഒബ്സർവേഷൻസ് പറഞ്ഞോ? അഡൾട്ട്സിലും കുട്ടികളിലും നടത്തിയ ഒബ്സർവേഷൻ. ഒരാൾ പറയോ? ഫസ്റ്റ് പേജ് എടുത്തു. സ്റ്റേജ് എടുത്തു. നമ്മൾ പറഞ്ഞത് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ് അല്ലേ? ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനും എഡ്യൂക്കേറ്ററുമായിരുന്നു എന്ന് പറഞ്ഞു. മോണ്ടിസോറി നമ്മൾ ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മോണ്ടിസോറി മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഫിസിഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആ സമയത്താണ് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നത്. സോ അങ്ങനെ ഹാൻഡിൽ ചെയ്തപ്പോ കുട്ടികളിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം എന്ന് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. മോണ്ടിസോറിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കുട്ടികളിൽ അവർക്ക് ഡൾനെസ്, സെൻസ് അത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോ സെൻസോറിയൽ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡോക്ടർ മരിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തു. അത് യൂസ് ചെയ്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ കുട്ടികളിൽ നല്ല രീതിയിലുള്ള മാറ്റം, ഇംപ്രൂവ്മെന്റും മോണ്ടിസോറിക്ക് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നീടാണ് മോണ്ടിസോറി നോർമൽ കുട്ടികളിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 2 വാറുകൾ, ഫസ്റ്റ് വേൾഡ് വാർ ആയാലും സെക്കൻഡ് വേൾഡ് വാർ ആയാലും ഈ 2 വന്ന അല്ലെങ്കിൽ
എക്സ്പീരിയൻസ് ചെയ്ത കാലഘട്ടമായിരുന്നു മോണ്ടിസോറി ജീവിച്ചിരുന്നത്. മോണ്ടിസോറി എന്താ പറയാ, ഈ രണ്ട് വേൾഡ് വാർ എന്ന് പറയുന്നത് മനുഷ്യന് നല്ലതിന് വേണ്ടിയിട്ടൊന്നല്ല, ഈ യുദ്ധവും വാറും ഒക്കെ നടക്കുന്നത് വേണ്ടിയിട്ടാണ്. അതിന്റെ റിസൾട്ട് എന്താണ്? പാവപ്പെട്ട ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെടുന്നു. അതേപോലെ എന്താ പറയാ, മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ലൈഫിന് അത് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നത്, അതിന്റെ സൈഡ് എഫക്ട്സ് കൂടുതലും അനുഭവിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. സോ അങ്ങനെ വന്നപ്പോൾ മോണ്ടിസോറിയുടെ മൈൻഡിൽ ഒരു ആശയം വന്നു. എന്താണ് ശരിക്കും പറ്റണമെങ്കിൽ നമുക്ക് ഈ വാറും യുദ്ധവും അങ്ങനെ ഒന്നുമല്ല വേണ്ടത്, വേൾഡ് പീസ് ആണ് നമ്മൾ വേൾഡിന് വേണ്ടത് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് മോണ്ടിസോറി വരികയും മോണ്ടിസോറി മെത്തേഡിലൂടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മോണ്ടിസോറി ശ്രമിച്ചിട്ടുണ്ട്. ദെൻ എപ്പോഴും അതെ നമ്മൾ മുതിർന്നവരുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എപ്പോഴും അഡൾട്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു മുതിർന്ന വ്യക്തിനെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ആ കുട്ടികളെ ഫോക്കസ് ചെയ്യാറില്ല അല്ലെ. മുതിർന്ന വ്യക്തി അങ്ങനെ ചെയ്യാൻ പാടില്ല, മുതിർന്ന വ്യക്തി ഇങ്ങനെ പെരുമാറാൻ പാടില്ല അങ്ങനെ പറയാറില്ല. നമ്മള് എപ്പോഴും അഡൾട്ട്സിനല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അതെ, നമ്മളായാലും അഡൾട്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് നമുക്കറിയാലോ, കുട്ടികൾ ഈ അഡൾട്ട് ആകുന്നതിന് മുമ്പ് അവർക്കൊരു നല്ല ഒരു 12 years ഓഫ് ചൈൽഡ്ഹുഡ് ഉണ്ട് അല്ലെ. 12 years അല്ലെങ്കിൽ മേ ബി അത്രയും ഒരു ലോങ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ടൈം പീരീഡ് ഉണ്ട്. ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ആരുടെ അടുത്താണ്? നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്താണ്. സോ ആ ടൈമിൽ നമ്മൾ അവരെ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുകയും അവർക്ക് കറക്റ്റ് ആയിട്ട് ഗൈഡൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാർത്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതാണ് മോണ്ടിസോറി എയിം ചെയ്തത്. സോ മോണ്ടിസോറി അഡൽട്സിലും അതേപോലെ തന്നെ കുട്ടികളിലും ഒബ്സർവ് ചെയ്തു. അഡൽട്സിലും കുട്ടികളിലും ഒബ്സർവ് ചെയ്തപ്പോ കുറച്ച് കാര്യങ്ങൾ മോണ്ടിസോറിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് നമ്മൾ ഹെർ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആരെല്ലാം കമ്പയർ ചെയ്തിരിക്കുന്നത്? കുട്ടികളെയും അഡൽട്സിനെയും കമ്പയർ ചെയ്തിട്ടാണ് അത് പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മള് കുട്ടികൾ ക്രിയേറ്റീവ് ആണ്, എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നവരാണ് കുട്ടികൾ അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികള്? നമ്മുടെ കുഞ്ഞുങ്ങളായാലും നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും അല്ലെ. നമ്മൾ പക്ഷെ കോപ്പി ചെയ്യുന്ന ടീമാണ് അല്ലെ. മുതിർന്നവര് അഡൽട്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കാം. അങ്ങനെയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ റെക്കോർഡ് ചെയ്താൻ പറഞ്ഞപ്പോ സ്റ്റോറി ബുക്ക് ആയാലും സോങ് ആയാലും പസിൽസ് ആയാലും അതൊക്കെ സ്വന്തം ഐഡിയന്ന് ക്രിയേറ്റ് ചെയ്യാണോ ചെയ്തത്, അതല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാണോ ചെയ്തത്, മറ്റെന്തെങ്കിലും നോക്കി ചെയ്യാണോ ചെയ്തത്? സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു മാം, എഴുതി തുടങ്ങിയില്ല. ആണോ? തുടങ്ങിയിട്ടില്ല. അപ്പൊ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കണം കേട്ടോ. നിങ്ങളിലും ആ ഒരു കുട്ടികളുടെ ആ ഒരു മൈൻഡും ക്യാരക്ടറൊക്കെ വരണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, കുറച്ച് മുതിർന്ന ഒരിടത്തില് എന്നെ കുറിച്ച് പറയാം. ഞാനാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. കാരണം എന്താണ്? ടൈം ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അഡൾട്സ് എന്ത് ചെയ്യും? സാധാരണ നോർമൽ ആയിട്ടുള്ള അഡൾട്സ് എന്താണ്? ക്രിയേറ്റ് ചെയ്യും. ശരിക്കും അത് കോപ്പി ചെയ്ത് വെക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നിരുന്നാലും അതേപോലെ ശ്രമിക്കും. ഒരു ഡാറ്റ എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മളുടേതായ രീതിയിലേക്ക് മാറ്റിയെടുക്കും. വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്, കുട്ടികൾ എങ്ങനെയാണ് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ദ ചൈൽഡ് യൂസ് ദ എൻവയോൺമെന്റ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്ത് ലേൺ ചെയ്യാൻ ശ്രമിക്കും. കുട്ടികളുടേതായ രീതിയിൽ ആ എൻവയോൺമെന്റ് എന്ത് ചെയ്യും? ലേൺ ചെയ്യും. അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? ലേൺ ചെയ്യും. പക്ഷേ അഡൾട്ട് അങ്ങനെയല്ല. അഡൾട്ട് നമ്മളുടെ പെർഫെക്റ്റ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ എൻവയോൺമെന്റ് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെന്റ് നമ്മളുടേതായ രീതിയിൽ മാറ്റിയെടുക്കും അല്ലെ. ഇല്ലേ? നമ്മൾ ചേഞ്ച് ചെയ്യാറില്ലേ? നമ്മുടെ ചുറ്റുപാടും നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കൂലേ? ഇനി ചേഞ്ച് ചെയ്തെടുക്കില്ല എന്ന് പറയുന്നവരോട് കാര്യം ഞാൻ പറയാം. കല്യാണമൊക്കെ കഴിച്ച് നമ്മൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു എൻവയോൺമെന്റ് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയോ? ഇല്ലാലോ. നമ്മളുടെ ഒരു 2-3 വർഷത്തിനുള്ളിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തെടുത്തവരായിരിക്കും അല്ലെ എല്ലാവരും. ഞാനടക്കം നിങ്ങൾ എല്ലാവരും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ കംഫർട്ടിനനുസരിച്ച് ഞാൻ എന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ പോലെയല്ല നമ്മൾ പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അതായത് എന്ത് ചെയ്യാൻ നോക്കും? അഡ്ജസ്റ്റബിൾ ആവാനായിട്ട് നോക്കും. കുട്ടികളാണെങ്കിൽ പറ്റും, കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് അവര് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അവര് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റബിൾ ആവും. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് കുറച്ചുകൂടി എന്താ പറയാ, അഡൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളങ്ങനെ പെട്ടെന്ന്
എന്താവില്ല, അഡ്ജസ്റ്റ് ആവില്ല. നമ്മൾ നമ്മളുടെ രീതിക്ക് ആ ഒരു എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇനി കുട്ടികള് ഒരു വർക്ക് ചെയ്യുന്നത് അവരുടെ എന്താ പറയാ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോഴ്സിന്റെ ഒന്നും ഫലമായിട്ടല്ല കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രേരണയുടെ ഫലമായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മളോട് അവരോട് എന്തോരം നേരം വേണമെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യണമെന്നില്ല. പക്ഷെ ചില സമയത്ത് അവരൊന്നും പറയാതെ അവർ ആ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലേ? ചില കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊട്ടും ചെയ്യില്ല, നമ്മൾ എത്ര പറഞ്ഞാലും ചെയ്യില്ല. പക്ഷെ അവര് ചില സമയത്ത് ആ ഉള്ളിൽ നിന്നുള്ള പ്രേരണയുടെ ഫലമായിട്ട് പെട്ടെന്നായിരിക്കും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടികൾ വളരാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് നമ്മള് എന്താ പറയാ, നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരിക്കും അല്ലെ. അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. കുട്ടികള് ആ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ എൻജോയ് ചെയ്താ ചെയ്യുന്നേ. കുട്ടികൾ എപ്പോഴും ഒരു വർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ എൻജോയ് ചെയ്താ ചെയ്യുന്നേ. ഓക്കെ, ബട്ട് മുതിർന്നവർ എപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തത് മുതൽ നിങ്ങൾ എൻജോയ് ചെയ്താണ് ഈ കോഴ്സ് ചെയ്യുന്നത്, അതല്ലയോ റിസൾട്ട് ഫോക്കസ് ചെയ്യാണോ? റിസൾട്ട് ഉണ്ട്, പക്ഷെ നിങ്ങൾ മാക്സിമം ഈ ഒരു കോഴ്സ് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു കോഴ്സ് എന്നല്ല, ഏതൊരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോഴും അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പണ്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തെ കുട്ടികൾ പറഞ്ഞതാ, മിസ്സേ ഒട്ടും പറ്റണില്ലേ, മെറ്റീരിയൽസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല മിസ്സേ എന്ന് പരാതി പറഞ്ഞ അതേ കുട്ടികൾ തന്നെ എന്നോട് മാറ്റി പറഞ്ഞു, അടുത്ത മെറ്റീരിയൽ ഏതാണ്, അടുത്ത ആക്ടിവിറ്റി ഏതാണ്, എന്താണ് ചെയ്യേണ്ടത്, ഇല്ലേ? ഇപ്പൊ ഓരോ ആക്ടിവിറ്റി തരാൻ വേണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കല്ലേ. വെക്കേഷൻ ഒക്കെ വരാണ്, കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ തരാണെങ്കിൽ നിങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണോ? ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ്, നമ്മള് കുട്ടികള് ആ പ്രോസസ്സിന് ഇഷ്ടപ്പെടാണ്, ആ ചെയ്യുന്ന രീതിയാണ് ഇഷ്ടപ്പെടുന്നത്. ഫൈനൽ റിസൾട്ടിനെ നമ്മൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങളായാലും ഞങ്ങള് നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ ഒരിക്കലും ഞാൻ ഇതുവരെ ഇത്ര ബാച്ച് ആയില്ലേ, ഇപ്പൊ നിങ്ങൾ 21 അല്ലേ, ഇനി വരെയുള്ള ബാച്ചുകളിലെ കുട്ടികൾ മാർക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കിനെ കുറിച്ച് ഞങ്ങൾ ബോധർ ചെയ്യാറേ ഇല്ല. കാരണം എന്താണ്, മാർക്ക് എന്ന് പറയുന്നത് എന്ത് റിസൾട്ട് ആണ്. അതിനേക്കാൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചേഞ്ച് ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങളിൽ വന്ന മാറ്റം അല്ലെ, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ക്ലാസ്സുകളിൽ അങ്ങനെയാണ്, നമുക്ക് അവരില് ആ ഒരു മാറ്റം വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. സാധാരണയായിട്ട് the child follow a low maximum effort. എന്ത് കാര്യം ചെയ്യാനും കുട്ടികൾക്ക് ഒരു ലോ മാക്സിമം എഫേർട്ട് ആണ്. ബട്ട് അവൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, അവൻ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മള് അമ്മമാരെന്ത് ചെയ്യും, കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അവൻ മുതിർന്നു കഴിയുമ്പോഴും അങ്ങനെ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ എന്ത് ചെയ്യണം, തയ്യാറാക്കണം അല്ലെ. ഈ വേൾഡ് ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ തയ്യാറാക്കണം. അപ്പൊ നമ്മൾ കുട്ടികളെ അവരെ ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്കുകൾ കൊടുക്കണം. ഡെവലപ്മെന്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് മോണ്ടിസോറിയിൽ ഒരു ഏരിയ തന്നെ ഉണ്ട്, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിലെ നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നിന്ന് വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? മാം എന്ത് പറഞ്ഞിട്ടില്ല. അതില്ലേ നെക്സ്റ്റ് വീക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മൾ കുട്ടികൾ ഇപ്പൊ എത്ര പേരുണ്ട്, 20 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഇൻ മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഒത്തിരി പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ക്ലാസ്സും വാട്ടർ പോർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, ലോക്ക് ആൻഡ് കീയുടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ബട്ടണിങ് ഫ്രെയിംസ് ഉണ്ട്. ഫ്രെയിംസ് ഒക്കെ ചെയ്യിച്ചു നിങ്ങളെ കൊണ്ട്? ഓക്കെ, അതുണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡ്രസ്സിങ് ഫ്രെയിംസ്. അത് ചെയ്യണ്ട, അല്ലാതെ കുറെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഉണ്ട്.
അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കോ നെക്സ്റ്റ് ക്ലാസ്സിൽ. എല്ലാവരും നോക്കിയിട്ട് വരോ, ഉറപ്പല്ലേ? പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയോ ഒരാള്, അങ്ങനെയാണോ? ഏതെങ്കിലും ഒരെണ്ണം ഒരാൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ പരസ്പരം ഒന്ന് ചെക്ക് ചെയ്യണം, നിങ്ങൾ ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. അപ്പൊ 21 ആളുണ്ടെങ്കിൽ 21 ആളും വ്യത്യസ്തമായിട്ട് ചെയ്യാം. അപ്പൊ 21 പ്രാക്ടിക്കൽ ആക്ടിവിറ്റി നമ്മൾ പഠിക്കും. മനസ്സിലായോ? അതിന്റെ ഗുഡ്നസ് ഇഷ്ടംപോലെ ഉണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി. നമ്മള് ബീറ്റ്സ് ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ബീറ്റ്സ് എന്നല്ല വേണ്ട, നമ്മള് ധാന്യങ്ങൾ എന്തെങ്കിലും പോർ ചെയ്യുന്നതാവാം, സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് വാട്ടർ മഗ് യൂസ് ചെയ്തിട്ട് കപ്പിൽ നിന്ന് വാട്ടർ പോർ ചെയ്യുന്നതാവാം. ലോക്ക് ആൻഡ് കീയുടെ ആക്ടിവിറ്റി ഉണ്ട്, അതിന് കുറച്ച് ലോക്സ് ടീം വേണം, ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. നോക്ക്, നിങ്ങൾക്ക് പറ്റും, കുറേ ഉണ്ട്. പിന്നെ നമ്മള് എന്താ പറയാ, ബോട്ടിൽസ് ഒക്കെ ഓപ്പൺ ചെയ്യൂലേ, ചെറിയ ബോട്ടിൽസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ചില ബോട്ടിൽസ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബോട്ടിൽസ് ഉണ്ടാവും, ചില ബോട്ടിൽസ് നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ചാൽ അത് ലോക്ക് ആവും. പ്രസ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്, അതൊക്കെ കുട്ടികളില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് നമ്മുടെ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാട്ടെ. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ആവുമ്പോൾ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ചെയ്തോ. ആക്ടിവിറ്റി ചെയ്യാം, പിന്നെ അതിനെ കുറിച്ച് പറയണോ? ഈ ആക്ടിവിറ്റി കൊണ്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞേക്കണം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മൾ അവിടെ ഫിംഗേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ കുറച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, കുട്ടികള് നമ്മൾ കൊടുക്കുന്ന എവരി അസിസ്റ്റൻസ്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എവരി അസിസ്റ്റൻസ് എന്താണ്, കുട്ടിയുടെ ഡെവലപ്മെന്റ് ഡിലേ ആക്കുള്ളൂ, അറസ്റ്റഡ് ആക്കും. കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്താണ്, ഡിലേ ആക്കാനാണ് ചാൻസ് കൊടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നോക്കാം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കണ്ടിരിക്കാൻ ഒരു പ്രത്യേകത എന്തോണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്റെ മോളെ പിങ്ക് ടവർ യൂസ് ചെയ്തിട്ടേ വർക്ക് ചെയ്യുമ്പോൾ അവൾ എന്നോട് ഓരോ ഐഡിയാസ്, അവളുടെ മൈൻഡിൽ വരുന്ന ഐഡിയാസ് ആണ് എന്നോട് പറയുന്നത്. അവള് പറയും, അമ്മ പിങ്ക് ടവർ എന്ന് പറയുന്നത് ഒരു ട്രെയിൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയും, ട്രെയിൻ ആണോ, ട്രെയിൻ ആണോ എന്ന് ചോദിക്കും. ചില പിങ്ക് ടവർ അവള് പാരലായിട്ട് എടുത്ത് വെച്ചിട്ട് പറയും അത് ട്രെയിൻ ആണെന്ന് പറയും. ചില സമയത്ത് സ്നേക്ക് ആണെന്ന് പറയും. നമ്മളത് വിശ്വസിക്കണം, നമ്മള് സപ്പോർട്ട് ചെയ്യണം. സ്നേക്ക് അവൾ ക്രിയേറ്റീവ് ആയിട്ട് സ്നേക്ക് ഇങ്ങനെയാണ്, ട്രെയിൻ ഇങ്ങനെയാണ്. നമ്മള് ഹൊറിസോണ്ടൽ എന്താ പറയാ, ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ട് പറയും അതെന്താണ്, ട്രെയിൻ ആണെന്ന് പറയും. അങ്ങനെ പോവാണല്ലോ. അപ്പൊ അവളുടേതായ ഐഡിയയിൽ അത് ഓരോന്നായിട്ട് ക്രിയേറ്റീവ്. കുട്ടികൾ അങ്ങനെയാണോ, മെറ്റീരിയൽ യൂസ് ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്യും. പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പോർഷൻ എടുത്തിട്ടുണ്ടാവണമല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ട്, നല്ല എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി ഒരു വർക്ക് ചെയ്യുന്ന കാണാൻ നല്ല രസമാണ്. സാധാരണ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി who wants to work with 10 cubes of pink tower on a brick would make 10 separate trips all across the room. ഒരു റൂമിൽ പല സ്ഥലത്തായിട്ട് എന്താ പിങ്ക് ടവറിന്റെ പീസ് വെച്ചിട്ട് അവരവരുടേതായ രീതിയിൽ എന്ത് ചെയ്യും, വർക്കൊക്കെ ചെയ്യും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ കുട്ടികളുടെ എന്താണ് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മൾ എപ്പോഴും പിങ്ക് ടവർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് മെറ്റീരിയൽ. 1 മിനിറ്റ് കേട്ടോ. ബ്രൗൺ സ്റ്റേഴ്സ് നമുക്ക് ചെയ്യാനുള്ളതാണോ? അല്ല അതല്ല, മറ്റത് ഞാൻ ചെയ്തു തരുമോ ചോദിച്ചിട്ടുണ്ട് ആശാരിമാരോട്. അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരുമിച്ച് ചെയ്യിക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ അത് വേണ്ട, വേണ്ട, അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ
കോസ്റ്റ് കുറവാണെങ്കിൽ ചെയ്യിച്ചു. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യിക്കും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അങ്ങനെ പറയുന്നില്ല കേട്ടോ. ശരി. അവര് ഒത്തിരി റേറ്റ് പറഞ്ഞു പിങ്ക് കവർ ചെയ്യുന്നതിന്. ഹസീന എന്താ ചോദിച്ചേ? അല്ലടെ എമൗണ്ട് എന്തെങ്കിലും പറഞ്ഞോ അവര് ചെയ്തു തന്നെ? അവര് പറഞ്ഞില്ല, അവർക്ക് ഓണത്തിന്റെ തിരക്കാണ്. അപ്പം 1 മാസം എന്തായാലും പിടിക്കും പറഞ്ഞു, നോക്കിട്ട് പറയാറുണ്ട്. ഒത്തിരി എമൗണ്ട് ആവില്ല പിങ്ക് കവർ ചെയ്യാൻ. വുഡൻ ക്യൂബ്സ് അവർക്ക് എന്താ പറയാ വേസ്റ്റ് ആയിട്ട് പോകുന്ന വുഡ് വെച്ചിട്ടായിരിക്കും ഒരു മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളുടെ പിങ്ക് കവർ. അപ്പൊ എന്തായാലും അത്ര കോസ്റ്റ് വരില്ല, ഒത്തിരി കോസ്റ്റ് ഒന്നും വരില്ല. മനസ്സിലായോ? 1000 ബിലോ ആയിരിക്കുള്ളൂ. കാരണം നമ്മുടെ ഒരു കുട്ടീനെ ഇതേപോലൊരു എന്താണ് പിങ്ക് കവർ ചെയ്യാനായിട്ട് ആ കുട്ടിനോട് പറഞ്ഞു. ആ കുട്ടി എന്ത് ചെയ്തു, വുഡിന്റെ ചെയ്യാം, മോളുള്ളതാണ്, അപ്പൊ അവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിങ്ക് കവർ ഒരു ആശാരിയുടെ അടുത്ത് കൊടുത്ത് ചെയ്യിച്ചു. അപ്പൊ ആശാരി എന്ന് പറയുന്നത് ആശാരിയുടേതായ രീതിയിൽ പിങ്ക് കവർ ചെയ്ത് കൊടുത്തു. പക്ഷെ നല്ല എമൗണ്ട് വാങ്ങിച്ചു, ഒരു 1500 1750 ഒക്കെ വാങ്ങിച്ചു. പക്ഷെ കറക്റ്റ് ആയിട്ട് മെഷർമെന്റിൽ ചെയ്യുകയും ചെയ്തില്ല. ആ കുട്ടി ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞിട്ട് വേറൊരു ആശാരിയുടെ അടുത്ത് ചെയ്യിച്ചു. അപ്പൊ എന്തോ 400 എങ്ങാണ്ടായുള്ളൂ. അപ്പൊ നമ്മളെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതിന് ഒത്തിരി റേറ്റ് പറയാൻ നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ പിങ്ക് കവർ കുട്ടീനെ ചെയ്യണമെന്ന് ആരോടും പറയുന്നില്ല. ചാർട്ട് പേപ്പർ യൂസ് ചെയ്താൽ മതി. അതല്ല അഫോർഡബിൾ ആണെങ്കിൽ മാത്രം ചെയ്യാം. ഇതുപോലെ ഒരുപാട് പൈസ വരുന്ന പാരറ്റസ് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? എടാ പിങ്ക് കവർ ഒരുപാട് പൈസ വരില്ലടാ. ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യാൻ പറയുന്നേ, പൈസ അധികമാവില്ലല്ലോ. അല്ല, വുഡൻ തന്നെ നോക്കുമ്പോൾ ഈ ഓൺലൈനിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം 800 ഒക്കെയാ അതിന് റേറ്റ്. ഓൺലൈനിൽ നോക്കിയപ്പോഴേ 800 രൂപ 800 ഒക്കെയാ വരുന്നത്. അതപ്പം വുഡിന്റെ അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ വാങ്ങിച്ചാലും ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ആദ്യം ഉണ്ടായിരുന്ന പിങ്ക് കവർ എന്ന് പറയുന്നത് ഓൺലൈൻ വാങ്ങിച്ചൊരു പിങ്ക് കവറാണ്. ഓൺലൈൻ വാങ്ങിച്ച മെഷർമെന്റ് തെറ്റായിരുന്നു വന്നപ്പോ. മനസ്സിലായോ? നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്ന സമയത്ത് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം വാങ്ങിച്ചിരുന്ന പിങ്ക് കവറും രണ്ടാമത് ആശാരിനെ കൊണ്ട് പണിയിച്ചെടുത്തത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 10 സെന്റിമീറ്റർ ആണല്ലോ. ആദ്യം 10 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ ആണ് വേരിയേഷൻ. അതിൽ അവര് മെഷർമെന്റ് കറക്റ്റ് അല്ല. ഓൺലൈൻ വാങ്ങിക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. മനസ്സിലായോ? ചിലപ്പോ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലതല്ലേ മാം? അതെ, ചാർട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാല് അത്രയും നാള് നിങ്ങൾ വൈദ്യ വരെ സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പിന്നെ മെറ്റീരിയൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫി ഫോട്ടോ എടുത്തെങ്കിലും വെക്കണം. നമ്മളൊരു മെറ്റീരിയൽ ചെയ്തു എന്ന് വിചാരിക്കാം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യോ, ഒരു സെൽഫി ഫോട്ടോ എടുത്ത് വെക്കണം. മേ ബി ബൈ ചാൻസ് സ്വാഭാവികമായിട്ടും ഒരു വർഷത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫോട്ടോ നമുക്ക് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും വൈവയുടെ സമയത്ത്. അത് നമുക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞുമക്കളാണ് വീട്ടിലുള്ളത്, മേ ബി അവരെങ്ങാനും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോകും. അവർക്ക് ഇഷ്ടം കൊണ്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ മേ ബി കംപ്ലൈന്റ് ഒക്കെ ആയി പോകും. ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സെൽഫി ഫോട്ടോ എസ്പെഷ്യലി സെൽഫി ആയിട്ടൊരു ഫോട്ടോ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ തന്നെയാണ് എന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ പിങ്ക് കവർ വുഡൻ ക്യൂബ്സ് ആണ് വരുന്നത്. ബട്ട് നമുക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. നല്ല രസമാണ്, ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഒറ്റയടിക്ക് നമുക്ക് ഫുള്ള് 10 ക്യൂബ്സും ചെയ്യാനായിട്ട് പറ്റില്ല. പതിയെ ആദ്യം 10 സെന്റിമീറ്ററിന്റെ ചെയ്യാം, അത് ഈസിയാണ്. പിന്നെ 9, പിന്നെ 8 അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം, യൂട്യൂബിൽ നോക്കാം. പിന്നെ എന്താ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് അല്ലെ. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പോ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒബ്സർവേഷൻസ് ഓരോരുത്തരായിട്ടൊന്ന് വായിക്കോ? 1 മിനിറ്റ് പ്രസന്റ് ചെയ്യാവേ.
ഒന്ന് വായിച്ചു നോക്കോ ഓരോ പോയിന്റ് ഓരോരുത്തര്. ഒന്നാമത്തെ വായിക്കട്ടെ മാം. ഒന്നാമത്തെ വായിച്ചോടാം. The adult procreates while the child creates. The child uses the environment to perfect himself while the adult uses himself to perfect the environment. The adult is no longer developing. He has reached the top of the species. But the child interacts with the environment and absorbs impressions for his psychic development. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? അഡൽട്ട് പ്രോക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക, കോപ്പി ചെയ്യാനാണ് ശ്രമിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ സ്വയം കാര്യങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ കുട്ടികളുടെ ചുറ്റുപാടുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് ശ്രമിക്കും. നമ്മളെ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. ബട്ട് അഡൽട്ട് എന്ത് ചെയ്യും? നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അഡൽട്ടിന് ഡെവലപ്പിംഗ് ആവാനില്ല. നമ്മുടെ സ്പീഷീസിന്റെ ഒരു മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സോ അപ്പൊ എന്താണ്? ചൈൽഡ് പക്ഷെ അങ്ങനെയല്ല. ചൈൽഡ് അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ അവർ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾ ലേൺ ചെയ്തോണ്ടിരിക്കുക അവരുടെ ചുറ്റുപാട് നിന്ന്. അവർ മണ്ണും കാറ്റും മരവും എല്ലാം അറിഞ്ഞു വളരണം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ചുറ്റുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് വേണം അവരെന്ത് ചെയ്യാനായിട്ട്, വളരാനായിട്ട്. സോ അതെന്തുകൊണ്ടാണ് അവർ സൈക്കിക് ഡെവലപ്മെന്റ് അതിലൂടെ സംഭവിക്കുക. നമ്മുടെ കുട്ടികൾ ഭയങ്കര ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ? അമ്മ എന്താ മഴ പെയ്യുന്നത്, അമ്മ എന്താ വെയിൽ വരുന്നത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് ചുറ്റുപാടും അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കുട്ടിയുടെ വർക്ക്. ഓക്കെ, അടുത്ത പോയിന്റ് ഒരാൾ വായിക്കട്ടെ. വായിക്കട്ടെ മാം. വായിച്ചോടാം. The aim of the child's work is not an external one, but of an internal one. That is for self-construction. An adult works to finish an activity and the child works in order to grow. Through work, he helps concentration, motor development, work habit, and more importantly, his self-concept. ഓക്കെ, അപ്പോ കുട്ടികള് വർക്ക് ചെയ്യുന്നത് ഒരിക്കലും അവരുടെ പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ പ്രേരണയുടെ ഫലമായിട്ടല്ല, അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇന്റേണൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണ ഫലമായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ട്? സെൽഫ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ആൻഡ് അഡൾട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നതിനാണ് ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോ പിങ്ക് ടവർ തന്നിട്ടുണ്ട്, അത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം എന്നല്ലേ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഐഡിയ അല്ലെ? ഫിനിഷ് ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? അതെങ്ങനെ എൻജോയ്, കുട്ടിക്കാണ് ഞാനൊരു ആക്ടിവിറ്റി കൊടുക്കുന്നത്, കുട്ടിക്കാണെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കണമെങ്കിൽ അവനത് എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താലെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, അവന്റേതായ ഐഡിയയിലായിരിക്കും അവൻ ചെയ്യുന്നത്. കുട്ടികള് വളരാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? വളരുന്നത്. ത്രൂ വർക്ക്, കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ ഡെവലപ്പ് കോൺസെൻട്രേഷൻ. നമ്മളൊരു കാര്യം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. പണ്ട് നമുക്ക് ആ ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും അല്ലെ? നിങ്ങളൊക്കെ മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് വർക്കൊന്നും ചെയ്യുന്നില്ല, ഒരുപാട് നാളായിട്ട് ലൈഫിൽ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കുറവായിരുന്നു അല്ലേ? ഇപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കോൺസെൻട്രേഷൻ പതുക്കെ കൂടുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ശരി. അപ്പൊ നമ്മൾ വർക്കൊന്നും ചെയ്യാതിരിക്കുന്നതും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. എനിക്കൊക്കെ അങ്ങനെയാണ്. ഞാൻ പണ്ട് മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ച് നാൾ ബ്രേക്ക് എടുത്ത്, ആ ബ്രേക്കിന്റെ സമയത്താണ് എനിക്ക് ഏറ്റവും എന്താ പറയാ, ഒന്നും ചെയ്യാനില്ല, വർക്ക് ഒന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് ഞാൻ ഒരുപാട് സ്കിൽസ് പഠിച്ചെടുത്തു കേട്ടോ. ഞാൻ എന്താ പറയാ, ഡ്രീംസ് ക്യാച്ചറൊക്കെ ചെയ്യാൻ പഠിച്ചു. എനിക്ക് ഇത്രയും ക്രാഫ്റ്റിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് ആ സമയത്താണ്. എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് ചെയ്തു. കോവിഡിനെ കൂടി സമയമായിരുന്നു കേട്ടത്. കോവിഡ് ഒക്കെ കഴിഞ്ഞ, കോവിഡിന്റെ ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മള് എന്തൊക്കെയോ വർക്കുകളും ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് കുറെ സ്കിൽസ്, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. മനസ്സിലായോ? കുട്ടികളും അങ്ങനെയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, ഞാൻ പറയും, ലേസി ആയിട്ടുള്ള കുട്ടികളെക്കാൾ പഠിപ്പിക്കാനായിട്ട് ഈസിയാണ്. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെയാണ്. അവര് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെന്നുള്ളൂ. അവരുടെ എനർജി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഗൈഡ് ചെയ്ത് വിട്ടാൽ മതി, ഡയറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി, അവർ പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. മനസ്സിലായോ? ഒന്നും ചെയ്യാത്തൊരു കുട്ടികളും ചെയ്യിച്ചെടുക്കാന്ന് പറയുന്നത് ടഫാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കും. വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യും. അത് വർക്ക് ചെയ്യാനായിട്ട് മറ്റു ഡിസ്റ്റർബൻസ് എന്നൊക്കെ മാറി ചെയ്യുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് സെൽഫ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ്? വർക്ക് ചെയ്യുന്നതിലൂടെയാണ്. വർക്ക് എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലെ. വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞത്. വർക്ക് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്സ് ആണ്. അനങ്ങാതിരുന്നതിന് അവിടെ വർക്ക് ആവില്ലല്ലോ, മൂവ്മെന്റ്സ് ആണ്. ചിലപ്പോൾ ഹാൻഡ് മാത്രം മൂവ്മെന്റ് ആയിരിക്കും, നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ആയിരിക്കും. ഡാൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടോ? ക്ലാസിക്കൽ ഡാൻസ് ആരുല്ലേ? കഷ്ടായി പോലോ. ഡാൻസ് ചെയ്യും, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. സാധാരണ നോർമൽ ഡാൻസ് ഒക്കെ ചെയ്യോ? ചെയ്യും, കുറച്ചൊക്കെ ചെയ്യൂല. പഠിച്ചോ? നിങ്ങൾ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കാനുള്ളതും കളിക്കാനുള്ളവരൊക്കെയാണ്. പിന്നെ ഓണം സെലിബ്രേഷൻ ഒക്കെ വരാണ്, ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ നമ്മുടെ ബാച്ചിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്പോൺസർ ഒക്കെ ചെയ്യാട്ടോ. ചില ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടേ ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ സെലക്ട് ചെയ്യാം. ഡാൻസ് ഒക്കെ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പണ്ടത്തെ ബാച്ചിൽ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓണം സെലിബ്രേഷൻ ഒക്കെ. തിരുവാതിര അങ്ങനെ നല്ല രസമാണ്. അപ്പൊ അങ്ങനെ പറ്റുകയാണെങ്കിൽ ശ്രമിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്ലാൻ ഒക്കെ ചെയ്ത് നോക്കുക. ഓണം സെലിബ്രേഷൻ നടത്തിയാലോ ഇങ്ങനെയായിരിക്കും, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം, തിരുവാതിരക്ക് ആരൊക്കെ ഉണ്ടാവും, ഓണപ്പാട്ടൊക്കെ ആരൊക്കെ പാടും എന്നൊക്കെ ഉള്ളതൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഡാൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് നല്ല രീതിയിലായിരിക്കും അല്ലെ. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വേണം. പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ആവും. നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അക്യൂർ ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് എന്താണ് വർക്കിന്റെ ഒരു പ്രത്യേകത. ഒന്നും ചെയ്യാതിരിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഇതടുത്താണ് നമ്മുടെ കുട്ടികൾ എന്താണ് ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ടാ ചെയ്യുന്നത്. ആ വർക്കിന്റെ പ്രോസസ്സിനെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം എൻവയോൺമെന്റ് ഡേക്ക് ഞാനും മോളും കൂടി എന്ത് ചെയ്തു, ഞാൻ ഇത് ജസ്റ്റ് ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഒരു പ്ലക്കാർഡ് ചെയ്തതാണ്. എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ടൊരു എർത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലക്കാർഡ് ചെയ്തതാണ്. അവളത് എൻജോയ് ചെയ്താണ് ചെയ്തത്. പക്ഷെ എന്റെ ഫസ്റ്റ് ആയതട്ടോ, ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് അവളത് എൻജോയ് ചെയ്ത് അവൾ ആ ഒരു കുറെ നേരം 2-2.5 മണിക്കൂറോളം ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആണ് അവൾ ചെയ്തത്. അവൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്തു. ഞാനത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുണ്ട്. അന്ന് നമ്മളുടെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ചാപ്റ്റർ മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സെമിനാർ ഉണ്ടായിരുന്നു എൻവയോൺമെന്റിനെ കുറിച്ചിട്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ഒരു പ്ലക്കാർഡ് ചെയ്തത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ എയിം ചെയ്തുള്ളൂ. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യും. എന്റെ മോളുടെ കേസിൽ അവൾ ഇത്രയും നേരം ഒരു വർക്കിന് സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പണ്ട് ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത ആള് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പോയി. എന്നുവെച്ചാല് അവള് പറയുന്നത് അവളുടേതായ രീതിയിലുള്ള ഡെക്കറേഷൻ ആണ്. എനിക്ക് കണ്ടിട്ട് എന്റെയാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. നമ്മള് അതാണല്ലോ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഇല്ലേ? അതെ, നമ്മൾ റിസൾട്ടിനെ 10th പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി 10th പാസ്സായി എന്ന് പറയുമ്പോ എത്ര A+ ഉണ്ടടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരാ നമ്മള്. ആണോ? അങ്ങനെ ചോദിക്കാതെ ഇനി എന്താ പ്ലാൻ മാറ്റി പിടിക്കാം അല്ലെ? റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാണ്ട് നമുക്ക് ചോദിക്കാം ഇനി എന്താ ഭാവി പ്ലാൻ, ബെറ്റർ ആയിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, കരിയറിന് ഇനി അടുത്ത എന്താ സ്റ്റേജ് എന്താണ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ വായിക്കുന്നേ? തേർഡ് ഫോർത്തും വായിച്ചു കേട്ടോ. In the process of work, while the adult is more interested in results. The child follows a law of maximum effort. To grow, he must do it himself, and no one can do it for him. In fact, every assistance given to a child arrested development. നമ്മൾ കുഞ്ഞുമക്കൾ ഒരു കാര്യം പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് ചെയ്തു തരാൻ പറയുമ്പോ നമ്മളത് ചെയ്തു കൊടുക്കും അല്ലേ? അവര് വാശി പിടിക്കുമ്പോ അത് ചെയ്തു തരാൻ പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും.
പക്ഷെ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈ എവരി അസിസ്റ്റൻസ്, അവർക്ക് കൊടുക്കുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഡെവലപ്മെന്റിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിലേ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും. ഏജ് നോക്കണം, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ കുഞ്ഞു കുട്ടികളെ കൊണ്ട് നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് അവരുടെ ബാഗിലേക്ക് എടുത്ത് വെപ്പിക്കാം. പ്രോപ്പറായിട്ട് യൂണിഫോം ചെയ്യുന്നത്, ലഞ്ച് ബോക്സും കാര്യങ്ങളും ബാഗിലേക്ക് എടുത്ത് വെക്കുന്നതും ഈവനിങ് തിരിച്ചു കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കുന്നതും ഫുഡ് കഴിച്ച പ്ലേറ്റ് തിരിച്ച് കിച്ചണിലേക്ക് വെക്കുന്നത്, അത് ഒരു 3-4 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി അല്ലെ. 4-5 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ കൊണ്ട്. കുറച്ചും കൂടി വലുതാവുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ അവർ ഫുഡ് കഴിച്ച പാത്രം അവരെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിപ്പിക്കാം. പിന്നെ എന്ത് ചെയ്യാം, കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ക്ലീനിങ് ആയാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെ കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോ നമ്മൾ അവരുടെ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യിക്കണം. എന്റെ മോനെ കൊണ്ട് ഞാൻ ചെറിയ ചെറിയ ടാസ്ക് ചെയ്യിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ വഴക്ക് പറയുന്നത്, ആദ്യമൊക്കെ വഴക്ക് പറയുന്നു. ഇപ്പൊ എന്റെ അമ്മ തന്നെ അവനെ കണ്ടിട്ട് പറയും, ഇവനെ പോലെ ആവണം എന്നാ പറയുന്നത്. അവന്റെ ഈ ചെറിയൊരു പ്രായം മുതൽ അവനെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അവന് മടിയൊന്നുമില്ല കേട്ടോ, എല്ലാ കാര്യം അവൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നില്ലെങ്കിലും അവൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയാ, എന്നെക്കാളും കുറച്ചും കൂടി വൃത്തിയൊക്കെ കുറച്ച് കൂടുതലുള്ള ടീമാണ്. ചെറിയ അഴുക്ക് കാണുമ്പോഴേക്കും ആദ്യമൊക്കെ എന്നെ വിളിച്ചുകൊണ്ടായിരുന്നു കാണിച്ചു തന്നിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അവൻ തന്നെ ടൗലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവൻ തന്നെ ക്ലീൻ ചെയ്യാം. നമ്മൾ നടന്നു വരുമ്പോ നമ്മൾ തന്നെ വീടും. അങ്ങനത്തെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. അപ്പോ എന്താ പറയാ, അവരെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യിക്കണം കേട്ടോ. അപ്പൊ ശരിക്കും കോപ്പി ചെയ്യാം. എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനെ കോപ്പി ചെയ്യണം മോൻ ചെയ്യുന്നത്. അച്ഛൻ എല്ലാ കാര്യം കുറച്ച് ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു ഒരു തീമാണ്. അപ്പൊ ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് അവന് കൂടുതൽ കമ്പനി കൊടുക്കുന്ന അച്ഛനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അച്ഛനെ പോലെയാണ് അവൻ. പക്ഷെ എല്ലാ കാര്യത്തിലും കുറച്ചൊരു ചിട്ടയും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്. അച്ഛന് ചെറിയ കാര്യങ്ങൾ അവനെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കും. നമ്മള് അങ്ങനെയാണ് അവൻ. അപ്പൊ നമ്മളത് സപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷെ അമ്മ സമ്മതിക്കില്ല. അമ്മ അവനെ കൊണ്ട് ഒന്നും ചെയ്യില്ല, ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവന് ചെയ്തു കൊടുക്കാന്നൊക്കെ പറയും. പക്ഷെ അച്ഛന് മൈൻഡ് ചെയ്യില്ല, ഞാനും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് അവൻ കുറച്ചും കൂടി മോളേക്കാൾ കുറച്ചും കൂടി ഡെവലപ്മെന്റ് അവന് സംഭവിച്ചിട്ടുണ്ട്. മോൾ എന്ന് പറയുമ്പോൾ കുറച്ച് കുഞ്ഞാരൻ കൂടുതലായിരുന്നു. ആദ്യമായിട്ട് ജനിച്ച കുട്ടിയാണ്, മൂത്ത കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഈ യൂണിഫോം ഒക്കെ ചെയ്യാനാണെങ്കിൽ, യൂണിഫോം ഒക്കെ ഇടാനൊക്കെ ആണെങ്കിൽ അവൾക്ക് നമ്മളത് വിയർ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇടുള്ളൂ. പക്ഷെ മോൻ അങ്ങനെയല്ല. മോൻ അവന്റേതായ ഡ്രസ് ആണെങ്കിൽ ഡ്രസ് ചെയ്യുന്നതൊക്കെ അവൻ കറക്റ്റ് ആയിട്ട് അവൻ ചെയ്തോളും. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യുന്നു, നമ്മള് അറസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന എവരി അസിസ്റ്റൻസ് കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് മാക്സിമം അസിസ്റ്റ്മെന്റ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത പോയിന്റ് വായിച്ചോട്ടാ. Welcome. The rhythm of the child's work is different from that of the adult. A child of about 3.5 years who wants to work with the 10 cubes of pink tower on a rug would make 10 separate trips all across the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, the child is able to perfect himself. ഓക്കെ, നമ്മൾ കുട്ടികളെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ വർക്ക് എൻജോയ് ചെയ്ത് ചെയ്യുക. ഒരു റിത്തം ഉണ്ട് അവരുടെ വർക്കിന്, നല്ലൊരു റിത്തമാണ്. ചെയ്യുന്ന കുഞ്ഞു കുട്ടികൾ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ, നല്ല രസം, എൻജോയ് ചെയ്തിരിക്കാനായിട്ട് തോന്നും. നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കും അവരെങ്ങനെ വർക്ക് ചെയ്യുന്നത്, പ്രത്യേക രീതിയിലാണ്, നല്ല രസമാണ്. അപ്പോ അവര് നമ്മളെക്കാൾ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയല്ല, ഇന്റർലി ഡിഫറെന്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇവരൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 3 വയസ്സുള്ള ഒരു കുട്ടി 10 ക്യൂബ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. സെപ്പറേറ്റ് ട്രിപ്സില് അത് റൂമിന്റെ പല ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാ പറയുന്നത്. നമ്മളെപ്പോഴും എന്താണ്, എന്തിനെ ഫോക്കസ് ചെയ്യുന്ന, റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടീമാണ്. ചൈൽഡ് ആ റിസൾട്ടിനോട് അത്ര ഹറിയപ്പോന്നല്ല, അവർക്ക് അത് എൻജോയ് ചെയ്ത് ഒരു ഹാപ്പിനെസ്സോട് കൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോ ഒരു ഋതുണ്ട് വർക്ക് ചെയ്യുന്നതിന്, അതിൻ്റെതായ ഒരു ഋതുണ്ട്. അത് എൻജോയ് ചെയ്താണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അവരുടെ ചുറ്റുപാടുമായിട്ട് അവനെ പെർഫെക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മളാണെങ്കിൽ നമ്മളുടേതായ രീതിയിൽ ആ ഒരു എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്തെടുക്കും അല്ലെ. അപ്പൊ കുട്ടികളിലും മുതിർന്നവരിലും മരിയ മോണ്ടിസോറി നടത്തിയ ഒബ്സർവേഷൻസ് മനസ്സിലായോ?
ഞാനേ കുറച്ച് ഇതൊന്ന് വായിച്ചാരെങ്കിലും നിങ്ങളുടെ ടെസ്റ്റിലുള്ളത് വായിക്കട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ ഈ ഒരു വേർഡ് എഴുതിയിട്ടില്ല, അതൊന്ന് വായിക്കേ. എന്നൊന്ന് എഴുതിയിരിക്കുന്നേ ഫിസിക്സ്. അങ്ങനെയാണല്ലോ. അപ്പൊ അത് എഡിറ്റ് ചെയ്തോട്ടോ. അത് സൈക്കിക് എന്നാണ്. സൈക്കിക് എന്നാക്കാട്ടോ. ഇതേപോലെ PSYCHIC സൈക്കിക് എന്നാക്കാട്ടോ. സൈക്കിക്. മെന്റൽ എന്നുള്ള മീനിങ് ഇല്ലേ? അല്ലോ ഈ വേർഡാണ് സൈക്കിക്. വേറൊരു സ്ഥലത്ത് കൂടി വന്നിട്ടുണ്ട്. ടെസ്റ്റിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഇത് ഫിസിക്സ് തന്നെ എഴുതിയിരിക്കുന്നത്. ആണോ? കുട്ടികളെ ഫിസിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതും ഒന്ന് കറക്റ്റ് ചെയ്യാ. അതും എന്താണ്? സൈക്കിക് എന്നാണ്. ഞാൻ PDF നോക്കി വായിക്കുമ്പോ ചിലപ്പോ ഞാൻ അറിയാണ്ട് ഫിസിക്സ് എന്നൊക്കെ വായിച്ചു പോകും. നിങ്ങളപ്പൊ എന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്താ പറയാ, കുട്ടികള് അവരുടെ ചുറ്റുപാട്, നമ്മളെ കുട്ടികളില് ജനിക്കുന്ന സമയത്ത് എന്താ പറയാ സൈക്കിക് ഡെവലപ്മെന്റ് ഉണ്ടോ? അറ്റ് ബർത്ത് കുട്ടികള് ജനിക്കുമ്പോ തന്നെ അവരിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഒക്കർ ചെയ്തിട്ടുണ്ടോ? അറ്റ് ബർത്ത് അച്ഛമ്മ ഹായ് ഹലോ ഞാൻ നടന്നൊക്കെയാണോ അവര് വരുന്നത്? ജനിച്ച ഉടനെ തന്നെ എഴുതി നടക്കുകയൊക്കെ ചെയ്യോ? ഇല്ല അല്ലെ? അറ്റ് ബർത്ത് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും എന്തില്ല? സൈക്കിക് ഡെവലപ്മെന്റ് ഇല്ല. ബട്ട് അവർ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്ന് പതുക്കെ അവർ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെയാണ് കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നത്? സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അവരുടെ ചുറ്റുപാട് നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ ലേൺ ചെയ്യുന്നുണ്ട്. സെൻസ് യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവരിൽ എന്ത് നടക്കുന്നത്? ഈ സൈക്കിക് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. ശരിക്കും മോണ്ടിസോറി കുഞ്ഞു കുട്ടികളെ പറയുന്നൊരു പേര്, അവരുടെ മനസ്സ് എപ്പോഴും, അവരുടെ മൈൻഡ് എപ്പോഴും എങ്ങനെയാണ്? സ്പിരിച്വൽ എംബ്രിയോ ആണ് എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. എന്താണ് സ്പിരിച്വൽ എംബ്രിയോ? എംബ്രിയോനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചൈൽഡ് ഡെവലപ്മെന്റിൽ അല്ലെ? ഭ്രൂണാവസ്ഥ അല്ലെ? അതിന് പറയുന്ന മലയാളം മീനിങ്. ഇവിടെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സ് എന്താണ്? ഭ്രൂണാവസ്ഥയിലാണ്. ശരിയാണ്, കുട്ടികളുടെ മനസ്സ് എന്താണ്? ഡെവലപ്ഡ് അല്ല ജനിക്കുന്ന സമയത്ത്. അപ്പോ കുട്ടികള് ശരിക്കും അവരുടെ സൈക്കിക് പാറ്റേൺ സെൽഫ് റിവീൽ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. എന്നാലും റിവീൽ ചെയ്യും. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? അവരിൽ സൈക്കിക് ഡെവലപ്മെന്റ് റിവീൽ ചെയ്യും. അത് എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻ? ഫസ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റ്. കുട്ടികൾക്ക് നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഏറ്റവും റൈറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും ആ ഒരു എൻവയോൺമെന്റ് ഡിസ്കവർ ചെയ്യാനായിട്ട് ഫുൾ ഫ്രീഡം കൊടുക്കുന്നതിലൂടെയും കുട്ടികളില് സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. അവരുടെ ചുറ്റുപാട് കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും അതിൽ കൂടെ ലേൺ ചെയ്യാനും കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ കുട്ടികളില് കുട്ടികൾ എങ്ങനെയല്ല, അവരിൽ മെന്റൽ ഡെവലപ്മെന്റ് ഒക്കർ ചെയ്തിട്ടില്ല. അവരുടെ ചുറ്റുപാട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവരോരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ എന്ത് നടക്കുന്നത്? സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓരോ കാര്യങ്ങളും പതിയെ അവര് ഇപ്പൊ നമ്മൾ സെൻസ് ഓർഗൻസ് ഒക്കെ യൂസ് ചെയ്ത് അവര് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് അവരിൽ എന്ത് സംഭവിക്കുന്നത്? സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യക്കുട്ടികൾ നടക്കാനാണോ ഈസി, അല്ലെങ്കിൽ മൃഗക്കുട്ടികൾ പശുക്കുട്ടിയൊക്കെ നടക്കാനാണോ എളുപ്പം? പശുവൊക്കെ ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പശുക്കുഞ്ഞൊക്കെ എങ്ങനെയാണ്? എഴുന്നേറ്റ് നടക്കും ഇല്ലേ? ബർത്ത് കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പൊ ആടൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യും? എഴുന്നേറ്റിരിക്കും. മൃഗങ്ങൾ അങ്ങനെയാണ്. പക്ഷെ മനുഷ്യക്കുട്ടികളോ നടന്നു തുടങ്ങോ? ഇല്ലാലോ. അവർ പതുക്കെയാണ് അവരുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആദ്യം അവരുടെ ഹെഡ് റീജിയൻ ഡെവലപ്പ് ആകും. പതുക്കെ അവരെന്ത് ചെയ്യും? എഴുന്നേക്കാൻ ശ്രമിക്കും, കമന്ന് വീഴും, മുട്ടിലഴയും, ഇരിപ്പുറയ്ക്കും, പതുക്കെ ബാലൻസ് ചെയ്ത് എന്തെങ്കിലും പിടിച്ചു നിൽക്കും. പിന്നെ ബാലൻസ് ചെയ്ത് കൈയൊക്കെ വിട്ടങ്ങട് നിൽപ്പുണ്ട്. അതിനുശേഷം ഒരു ഒറ്റടി വെക്കും. ഒറ്റടി വെച്ച് അപ്പൊ തന്നെ നടക്കാൻ പറ്റും? ഇല്ല, അപ്പൊ തന്നെ വീണു പോകും. വീണ്ടും ശ്രമിക്കും അല്ലെ? വീണ്ടും ചെയ്ത് നോക്കും. അങ്ങനെ ബാലൻസ് ആവും അല്ലെ? അവരുടെ ബോഡി എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ബ്രെയിൻ യൂസ് ചെയ്ത് അവരുടെ ബോഡി ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? നടന്നു തുടങ്ങുന്നത് അല്ലെ?
അതുകൊണ്ടാണ് കുട്ടികളിൽ ആ നടക്കുന്നതിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏത് വയസ്സിലായിരിക്കണം, ഏത് വയസ്സിനുള്ളിൽ നടക്കണം എന്നാ പറയാറ്? ഒരു ഒരു വയസ്സ്. വയസ്സിനുള്ളിൽ ഓക്കെ, മാക്സിമം 1.5 വയസ്സിനുള്ളിൽ കുട്ടികൾ എന്ത് ചെയ്യണം, നടന്നു തുടങ്ങണം, കറക്റ്റ് ആയിട്ട് നടന്നു തുടങ്ങണം. അപ്പൊ അവരിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. 1.5 വയസ്സ് കഴിഞ്ഞിട്ടും നടക്കുന്നില്ലെങ്കിൽ നമ്മൾ കുട്ടികളിൽ എന്ത് ചെയ്യണം, കുട്ടികളെ നമ്മളൊന്ന് കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്യണം കേട്ടോ. 1.5 വയസ്സിനുള്ളിൽ കുട്ടി നടന്നോ, ഓക്കെ ആണ്. പക്ഷെ ആ കുട്ടിക്ക് എന്തുകൊണ്ട് ജനിച്ച ഉടനെ തന്നെ നടക്കാൻ സാധിക്കാഞ്ഞത്? ഇതെന്തുകൊണ്ടാ? അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ എംബ്രിയോ പോലെയാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടിക്ക് ജനിച്ച ഉടനെ നടക്കാനായിട്ട് സാധിക്കാതെ. മോണ്ടിസോറി വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ഫോർ സൈക്കിക് പാറ്റേൺ ടു റിവീൽ ഇറ്റ്സെൽഫ്, കുട്ടികളിൽ ഈ സൈക്കിക് പാറ്റേൺ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, റിവീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ആണ്. ഒന്ന്, അവർ ചുറ്റുപാടും എൻവിയോൺമെന്റ് കുട്ടികൾക്ക് ലേൺ ചെയ്യാനായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള എൻവിയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് എന്താണ്, ഫ്രീഡം ടു എക്സ്പ്ലോർ, കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഇഫ് ദീസ് 2 കണ്ടീഷൻ ആർ ആബ്സെന്റ്, ഈ 2 കണ്ടീഷൻ ആ കുട്ടിയുടെ ലൈഫിൽ ഇല്ലാത്ത പക്ഷം അവന്റെ പേഴ്സണാലിറ്റി വിൽ ബി റിട്രെയിൻഡ്, കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താവും, മന്ദഗതിയിലായി പോകും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഈ 2 കണ്ടീഷനും ഇമ്പോർട്ടന്റ്ലി വേണം. ബിലീവിംഗ് ദാറ്റ് ദ ചൈൽഡ് ഹാസ് എ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി, ഇപ്പൊ കുട്ടികളുടെ ഉള്ളിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് എനർജി ഉണ്ട്. അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള പവറുകൾ ഉണ്ട് ഇല്ലേ? നമ്മൾ ചോദിക്കും നമ്മളോട് തന്നെ, നമുക്ക് എന്ത് കഴിവാ ഉള്ളത് അല്ലെ? ചോദിക്കാറുണ്ടോ? നമ്മൾ ചെറുതായിരുന്നപ്പോ നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോ മിക്കവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ കഴിവുകൾ ഉണ്ടാവും അല്ലെ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അത്രേ ഉള്ളൂ ചേഞ്ച്. ഞാൻ എന്റെ ഒരു കഴിവ് ഇന്നതാണെന്ന് കണ്ടെത്തിയത് ഒരുപാട് വൈകിയാണ്. അങ്ങനെ നമുക്ക് ഉണ്ടാവുമല്ലോ ചില കഴിവുകള്. നമ്മൾ നേരത്തെ നമ്മളുടെ എന്താണ് ഇന്റലക്ച്വൽ പവർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാത്ത പക്ഷം എന്താണ്, കൺസ്ട്രക്റ്റീവ് എനർജി ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് ഇന്റലക്ച്വൽ പവർ ആർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. Montessori emphasized the need to use this energy to generate a new world for humanity. കുട്ടികളിലുള്ള ഈ ഒരു റിയൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജിയും അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പവർ യൂസ് ചെയ്ത് ഒരു ബെറ്റർ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ബിലീവ് ചെയ്ത വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ മരിയ മോണ്ടിസോറി. ഓക്കെ, നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള വേൾഡ്, ഹ്യൂമാനിറ്റിക്കും പേഷ്യൻസും ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള ഒരു നന്മയുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കണം എന്നാണ് ആര് വിശ്വസിച്ചത്? മോണ്ടിസോറി വിശ്വസിച്ചിരുന്നത്. മോണ്ടിസോറി അതിന് വേണ്ടിയിട്ടാണ് എഫേർട്ട് എടുത്തത്. എന്തെങ്കിലും മനസ്സിലായോ? വായിച്ചു നോക്കി ആ ഒരു പാരഗ്രാഫ്, ഒരാൾ വായിച്ചേ. ഞാൻ വായിച്ചോ? Dr. Maria Montessori formally announced that the child must possess within him a predetermined pattern of psychic unfolding, which is not obvious at birth. She referred to them as the spiritual embryo. Montessori was of the view that for the psychic pattern to reveal itself, 2 conditions must be satisfied. First, the environment to understand or come to terms with the limit of his universe. Second, he needs freedom to disclose himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be retarded. Believing that the child has real constructive energy and unrecognized intellectual powers, Montessori emphasized the need to use this energy to generate a new world of humanity. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മോണ്ടിസോറി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞു അല്ലെ? നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇല്ലേ? അപ്പൊ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്തപ്പോ ആ കുട്ടികൾ നല്ല രീതിയിലുള്ള പ്രോഗ്രസീവ് ചേഞ്ചസ് സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ?
മോണ്ടിസോറിക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ ഈ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്തുകൂടാ എന്നൊരു തോട്ട് മോണ്ടിസോറിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവരുടെ ബിൽഡിംഗ് സൊസൈറ്റിയുടെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്ലംസ് ഏരിയ എന്നുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ ഒരു അവർ വെറുതെ അവരുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് വെറുതെ വേസ്റ്റ് ചെയ്യാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു. മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു, വന്നു, ഒബ്സർവ് ചെയ്തു, മനസ്സിലാക്കി കുട്ടികൾ അവരുടെ ആ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് വെറുതെ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്ത് കളയാണെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. സോ മോണ്ടിസോറി എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ ആയിട്ടല്ല, ഒരു സ്കൂളായിട്ട് തന്നെ, മോണ്ടിസോറി സ്കൂളായിട്ട് തന്നെ എന്ത് ചെയ്തു, അവിടെ സ്റ്റാർട്ട് ചെയ്തു. സാൻ ലോറൻസോയിലാണ് സ്ഥലം. എന്നിട്ട് ആ സ്കൂളിൽ പേര് കൊടുത്തു. എന്താ പേര് കൊടുത്തതെന്ന് അറിയാവോ? കാസാ ദി ബാബിനി എന്നാണ് പേര് കൊടുത്തത്. എന്താണ് പേര് കൊടുത്തത്? കാസാ ദി ബാബിനി. മീനിങ് വരുന്നത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മീനിങ് ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നല്ല കേട്ടോ. ഇത് മാറ്റണം, ഇതില് ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കണം കേട്ടോ. മീനിങ് ചേഞ്ച് ചെയ്യുമെന്ന്, ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കുമോ? 1907 കാസാ ദി ബാബിനി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ചെയിൻ ഓഫ് സ്കൂൾസ്. മോണ്ടിസോറി സ്കൂളിന്റെ ഫസ്റ്റ് സ്കൂളാണ്, ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്കൂളാണ്. നമ്മൾ ഇന്ന് ഈ മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കൂളുണ്ട് വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? കാസാ ദി ബാബിനിയാണ്. സോ കാസാ ദി ബാബിനി വളരെ ഇമ്പോർട്ടന്റ് ആണ് മോണ്ടിസോറിയുടെ ലൈഫിലും അതേപോലെ മോണ്ടിസോറി മെത്തേഡിലും. കാസാ ദി ബാബിനിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഴുതാൻ പറഞ്ഞത് ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കാം. അവിടെ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നല്ലേ കിടക്കുന്നത്, അത് മിസ്റ്റേക്ക് ആടാ. ആ ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നേ. ഇവിടെ വരെയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. കാണാനൊക്കെ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോ കാസാ ദി ബാബിനി മുതലാണ് മിസ് എടുക്കാനുള്ളത് എന്ന് എന്നോട് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാസാ ദി ബാബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫീൽഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ്, ഓണം പ്രോഗ്രാം ഒക്കെ നടത്തുന്നവര് ഏത് ദിവസമാണ് മിസ് നടത്തുന്നേ? ഓണം മേ ബി നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ദിവസം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം ഒരു ക്ലാസ്. അങ്ങനെയല്ലേ? ഏത് വിഷയത്തിന്റെ ക്ലാസ്സിലായാലും കുഴപ്പമൊന്നുമില്ല. ആ മിസ്റ്ററോടൊന്ന് നേരത്തെ ഇൻഫോം ചെയ്യണം. അതായത് വെക്കേഷൻ എത്തുന്നതിന് മുമ്പിട്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടായാലും കുഴപ്പമില്ല. നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്താ പറയാ തിങ്കിങ് അല്ലെങ്കിൽ ആർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യൂലേ. ഓക്കെ മിസ്, ചോദിച്ചതാ. ഓക്കെ, താങ്ക് യു ട്ടാ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, miss.